കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഇക്കഴിഞ്ഞ ദിവസം നടത്തിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ആമുഖമായി പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 1-ാം ക്ലാസ്സിലെ പ്രവേശനത്തിന് കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നതിനും കുട്ടികളുടെ രക്ഷിതാക്കളെ അഭിമുഖ പരീക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനും യാതൊരു കാരണവശാലും അനുവാദം കൊടുക്കുകയില്ല എന്ന്. ഒരു നല്ല തീരുമാനം ആണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ പലപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ഇതുപോലെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അത് എത്രമാത്രം നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ബലപ്പെടുത്തിയിട്ടില്ല. പ്രഖ്യാപനമൊക്കെ വളരെ ഉദാത്തമാണ്, ശ്രേഷ്ഠമാണ് എന്നൊക്കെ തോന്നിയാൽ കുറച്ച് കഴിയുമ്പോൾ കാണാം ഇത് പ്രസ്താവനയിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ടോ എന്ന്. അതിൻ്റെ പ്രധാനമായ കാരണം ഈ തരം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള ഏജൻസികളുടെ സമ്മർദ്ദം കൊണ്ട് പല തീരുമാനങ്ങളും ഒന്നുകിൽ പിറകോട്ടടിക്കുകയോ അല്ലെങ്കിൽ ഉദാസീനമാക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മരവിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായി കാണാം. അതെല്ലാം ഒന്നും അക്കമിട്ട് പറയാൻ ഈ വീഡിയോയിൽ സമയമില്ലാത്തത് കൊണ്ടും പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ടുമാണ് ആ ഭാഗം വിടുന്നത്. എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന കേരളത്തിലെ പൊതുസമൂഹം സ്വാഗതം ചെയ്യുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ നാം ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇതൊക്കെ പറയുമെങ്കിലും കേരളത്തിൽ വളരെ ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്വാശ്രയ സ്കൂളുകൾ, അതല്ലെങ്കിൽ അംഗീകാരമുള്ള പ്രൈവറ്റ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് സ്കൂളുകൾ എന്ന് പറയാം, അതൊക്കെ ഒരു വർഷത്തിൽ പറഞ്ഞാൽ ഒരു 3 നക്ഷത്ര പദവിയിലൊക്കെ പ്രവർത്തിക്കുന്നുവെന്ന് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ധാരാളം സ്കൂളുകൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അവിടെ രക്ഷകർത്താക്കളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫീസിന് യാതൊരു കണക്കില്ല. കാരണം രക്ഷകർത്താക്കളും അതിനകത്ത് ഒരർത്ഥത്തിൽ ഉത്തരവാദികളാണ്. കാരണം തങ്ങളുടെ കുട്ടികളെ LKG മുതൽ ആ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആക്കിയെങ്കിലേ മാറുകയുള്ളൂ എന്ന വാശിയോടുകൂടിയാണ് എന്ത് വില കൊടുത്തും ആ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ നേടുക എന്നത്. അത് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊങ്ങച്ചമാണ്. കാരണം സ്കൂളിൻ്റെ പേര് വെച്ചാണ് ഈ രക്ഷകർത്താവിൻ്റെ സാമൂഹിക അന്തസ്സും നിലവാരവും ഒക്കെ വിലയിരുത്തുന്നത് എന്ന ഒരു ധാരണ ഈ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. ഇത് മറ്റൊരു സംസ്ഥാനത്തും ഈ തരത്തിലുള്ള പൊങ്ങച്ചം ഉള്ള രക്ഷകർത്താക്കളെ കാണാൻ പ്രയാസമാണ്. കടമെടുത്താണെങ്കിലും ശരി, ഇപ്പം 25,000, 30,000, 1 ലക്ഷം വരെ ഡൊണേഷൻ കൊടുത്ത് 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ വാങ്ങിക്കുന്ന പല രക്ഷിതാക്കളെയും എനിക്ക് നേരിട്ടറിയാം. അങ്ങനെ വാങ്ങുന്ന പല സ്കൂളുകളെയും എനിക്ക് നേരിട്ടറിയാം. ഈ സ്കൂളുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശസ്തിയുടെ മറ പിടിച്ചാണ് ഈ തരത്തിൽ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ചൂഷണം ചെയ്യുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാമെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികാരികൾ പലരും ഈ സംഭവങ്ങളുടെ മുൻപിൽ കണ്ണടച്ച് പകച്ചു നിൽക്കുകയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ പോലും വലിയ പുരോഗമനവും വിപ്ലവവും ഒക്കെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പഠിക്കുന്ന സ്കൂളുകൾ ഏതാണ് എന്ന് അന്വേഷിച്ചാൽ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരും. പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരും അധ്യാപികമാരുടെയും മക്കൾ ഒരു 80-90% പഠിക്കുന്നത് സ്വകാര്യ സ്കൂളുകളിലാണ്. അത് തന്നെ എന്തൊരു വലിയ വൈരുദ്ധ്യമാണ്. സ്വന്തം മക്കളെ പോലും പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളുകളല്ല, സർക്കാർ സ്കൂളുകളല്ല എന്ന ഒരു സന്ദേശമല്ലേ അവർ പരത്തുന്നത്. 1. 2, ആ അധ്യാപികമാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കളായ അധ്യാപികമാർക്കൊക്കെ കോട്ടും ചൈയും ഒക്കെ ഇട്ട് തൻ്റെ കുട്ടിയെ ഇന്ന സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് എന്ന് വീമ്പിളക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതൊരു
സാമൂഹ്യമായിട്ടുള്ള അന്തസ്സിൻ്റെ അടയാളമാണ് എന്നാണ് കരുതുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഉപയോഗിക്കുന്ന കാറിൻ്റെ വലിപ്പം, താമസിക്കുന്ന വീടിൻ്റെ വലിപ്പം, ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വില, ധരിക്കുന്ന ആഭരണങ്ങളുടെ തൂക്കം, ഇതൊക്കെയാണല്ലോ ഒരാളിൻ്റെ മാന്യതയും ഒരാളിൻ്റെ അന്തസ്സും ഒക്കെ അളക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. എന്തൊരു ദയനീയമായ ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമേ ഈ തരത്തിലുള്ള ഈ ഇംഗ്ലീഷിൽ ഹിപ്പോക്രസി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനോഘടന ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിനകത്ത് അതിശയോക്തിയില്ല. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് രക്ഷിതാക്കളിൽ നിന്ന് വലിയ തുക വാങ്ങുന്ന സ്കൂളുകളെയും അതുപോലെ തന്നെ 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ രക്ഷിതാക്കളെ ഇൻ്റർവ്യൂ ചെയ്യുക തുടങ്ങിയ നടപടികൾ എടുക്കുന്ന എല്ലാ സ്കൂളുകളെയും അക്കാര്യത്തിൽ കർശനമായി നിരോധിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയോട് പൊതുസമൂഹത്തിന് വേണ്ടി അപേക്ഷിക്കാനുള്ളത്, ഇത് അങ്ങയുടെ ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ് അങ്ങ് പിന്നീട് ഇതിനെ സംബന്ധിച്ച് ഒരു നടപടിയും എടുക്കാതെ പോകുന്നത് ശരിയല്ല. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം ഈ പറയുന്ന നക്ഷത്ര സ്കൂളുകളിലെ നടത്തിപ്പ് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് സർപ്രൈസ് ചെക്ക് പോലും നടത്താനായി തയ്യാറാകണം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകളായതുകൊണ്ട് രാഷ്ട്രീയ സ്വാധീനം വരുമ്പോൾ പലപ്പോഴും മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ പിന്നാക്കം പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അതിന് ഉള്ള ഒരു രീതി സമീപനം സ്വീകരിക്കാതെ ആർജവത്തോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ അതിനുള്ള മെഷീനറി ഇവിടെ തയ്യാറാക്കണം. ഉദ്യോഗസ്ഥന്മാരെ സർപ്രൈസായിട്ട് മിന്നൽ പരിശോധനയ്ക്ക് ഈ സ്കൂളുകളിൽ അയക്കണം. രക്ഷിതാക്കളിൽ നിന്ന് കള്ളപ്പണമായി, കാരണം രസീതൊന്നും കൊടുക്കാതെ വാങ്ങിക്കുന്ന പണം കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള സ്കൂളുകളുടെ അംഗീകാരം പിൻവലിക്കണം. അങ്ങനെ കർശനമായ നടപടികൾ എടുക്കുമെന്നുള്ള സന്ദേശം പരത്താൻ കഴിയുമെങ്കിൽ മന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് ആത്മാർത്ഥതയുണ്ട് എന്ന് പൊതുസമൂഹം കരുതും. ഇപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും കേരളത്തിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ പലതാണ്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിസ്തരിക്കുന്നില്ല. മന്ത്രിയൊക്കെ പറയുന്ന ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ 5 സ്റ്റാർ ആണ്. സ്കൂളുകളൊക്കെ സ്മാർട്ട് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ഡിജിറ്റലാണ്. നമ്മൾ ഈ ആദിവാസി മേഖലയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ കമ്പ്യൂട്ടറും ഡിജിറ്റലും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടുപോയാൽ നമ്മൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും. അവിടെ ഒന്നും ഈ സ്മാർട്ട് ക്ലാസ് റൂമുകളൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. ഒന്നാമത് അധ്യാപകർക്ക് അതിനെ സംബന്ധിച്ചുള്ള വേണ്ടത്ര പരിജ്ഞാനമില്ല. അവരൊക്കെ വളരെ രാവിലെ കഷ്ടപ്പെട്ട് 3, 4, 5 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ആദിവാസി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന പാവപ്പെട്ട കുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അക്ഷരം പഠിപ്പിച്ചു വിടുമ്പോൾ അവർക്ക് ഈ സ്മാർട്ട് ക്ലാസ് റൂമും എയർ കണ്ടീഷൻഡ് ഡിജിറ്റൽ മുറികളും ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കുന്ന പണം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിട്ട് അന്വേഷിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഒരു വാഗ്ധോരണി മാത്രമായിട്ട് ഇത് അവസാനിക്കും. അതുകൊണ്ട് സമൂഹത്തിന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പാകുന്നുണ്ടോ എന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അയച്ചെങ്കിലും അന്വേഷിക്കുകയും ഈ ചട്ടം ലംഘിക്കുന്ന മാനേജ്മെൻറ്റുകളുടെ മേൽ കർശനമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. അതുകൊണ്ട് വിദ്യാഭ്യാസം ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകം പോലും തെറ്റുകൂടാതെ വായിക്കാനും എഴുതാനും അറിയില്ല എന്നുള്ളതാണ്. അത്ര ദയനീയമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം. വെറുതെ സാക്ഷരതയുണ്ട് 1-ാം സ്ഥാനമാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നെങ്കിലും 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകം പോലും കൂട്ടക്ഷരം വായിക്കാൻ അറിയില്ല എന്ന് ആധികാരികമായ സർവേയുടെ ഫലമായി റിസൾട്ട് വന്നിരിക്കുന്നു. കണക്കിൻ്റെ കാര്യം കഷ്ടമാണ്. 6ഉം 7ഉം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് 3-ാം ക്ലാസ്സിലെ കണക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ. എന്തൊരു വിദ്യാഭ്യാസ നിലവാരമാണ്! ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിലവാരത്തെക്കുറിച്ചൊന്നും പറയണ്ട. കാരണം അവിടെ ഉന്നത വിദ്യാഭ്യാസം, കലാലയം എല്ലാം കലാപാലയങ്ങളായി മാറിയിരിക്കുന്നു. കോഴിക്കോട്ടെ യുവജനോത്സവങ്ങളിലൊക്കെ പിച്ചാത്തിയും കടാരയുമാണ്, അതായത് ഈ പറയുന്ന ഗിറ്റാറിനും വീണയ്ക്കും കഥകളി വേഷത്തിനും ഒക്കെ പകരമായി ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ കത്തി വേഷം എന്ന് പറയുന്നത് കത്തിയോടുകൂടി തന്നെയുള്ള വേഷമാണ്. കഥകളിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്.
ആ തരത്തിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷം. ഈ കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ ഓഫീസിൽ കയറ്റാതെ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടന അവിടെ ഉപരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമാണ് ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ കീഴിൽ മൂക്കിന് താഴെ പന്തൽ കെട്ടി സമരം നടത്തുന്നത്. കുറെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇനിയും കേരളത്തിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ മുൻപിൽ പോലും അവിടുത്തെ ഭരണകക്ഷി അനുകൂല സംഘടനകൾ പന്തൽ കെട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ തരത്തിലേക്ക് പോയിരിക്കുന്നു ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെയും അതുപോലെ തന്നെ സർവീസ് അധ്യാപക സംഘടനകളുടെയും ഒക്കെ രാഷ്ട്രീയ വിധേയത്വം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുക എന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ തുടങ്ങി വെച്ച ഈ പറയുന്ന സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ ഈ തരത്തിലുള്ള തീവെട്ടിക്കൊള്ള അവസാനിപ്പിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ മാതൃകാപരമായി ചില മാനേജ്മെന്റുകളെ ശിക്ഷിക്കാനുള്ള ആർജവം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനത്തിന് വശപ്പെടാതെ അതിന് തയ്യാറാകണം. അതിനുള്ള ഒരു ഉദ്യോഗസ്ഥ ശൃംഖല സൃഷ്ടിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മിന്നൽ പരിശോധന നടത്തിയാണെങ്കിലും ഈ അവിഹിതമായ രീതിയിൽ പണം സമ്പാദിക്കുന്ന കള്ളപ്പണം സ്വീകരിക്കുന്ന മാനേജ്മെന്റുകളെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവം കൂടി കാണിച്ചാൽ അല്പമെങ്കിലും ഈ മേഖല ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്.